ഇന്നത്തെ വീഡിയോ എൻ്റെ അമ്മച്ചിക്കുട്ടിയായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ പേരിലൊന്ന് പുറത്ത് ചാടിച്ചാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ചാത്തന്നൂർ വെച്ചായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കൊല്ലം എത്തിയിട്ടുണ്ട്. ചാത്തന്നൂരിൽ നിന്ന് കൊല്ലം വരെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ആശ്രമം മറ്റേ എന്താ മെയിൻ റോഡിലെ അവിടുന്ന് തൊട്ടടുത്തായിട്ടുള്ളൊരു കല്ല് സോഡ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു കല്ല് സോഡ ഉമ്മയെ കൊണ്ട് കുടിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഇതിൻ്റെ അഡിക്റ്റാണ്. അപ്പോൾ ഉമ്മ ആദ്യമായിട്ടാണ് ഇത് കുടിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ എന്താ ഒരു സുഖമെന്ന് അറിയും. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ കുടിക്കുക. 40 വർഷത്തോളമായിട്ടുണ്ട് ആ കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊല്ലംകാരാണ് ഇത് കുടിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. പിന്നെ നേരെ ആശ്രാമം ഗ്രൗണ്ടിൽ വന്നു. ഇവിടെ കുറേ എക്സ്പോസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സീ വേൾഡ് എന്ന് പറഞ്ഞ എക്സ്പോയിലാണ് കേട്ടോ കയറിയത്. 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക്. അപ്പോൾ കയറുക നഷ്ടമൊന്നുമില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ പക്ഷികളുണ്ട്. എല്ലാവരും എന്നെ പിന്നാമ്പറം കാണിച്ചാണ് കേട്ടോ സ്വീകരിച്ചത്. ഞാൻ ചെന്നപ്പോൾ തിരിഞ്ഞിരുന്ന് കാണിക്കണേ, എന്തൊരു സൂക്കേടാണ് ഇതിനൊക്കെ. എല്ലാത്തിനെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണെങ്കിൽ ഭയങ്കര കുരുത്തൊക്കെയാണ്. ഞാനൊന്ന് തൊട്ടതിന് എന്നെ ഇനി ചെയ്യാനൊന്നുമില്ലത്. ഇപ്പോൾ ഇറങ്ങി വരും എന്നെ കൊത്തി കീറാൻ വേണ്ടിയിട്ട്. അമ്മാതിരി സൈസ് സാധനം. ചുമ്മാണോ നിന്നെയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടേക്കുന്നത്. അതേൻ്റെ പിന്നാമ്പറം ഞാൻ കുഴഞ്ഞന്നേ. അതേൻ്റെ പിന്നെ അരിപ്രാവ്, അല്ലാത്ത പ്രാവ്, എല്ലാ പ്രാവുകളും ഉണ്ടായിരുന്നോ. വീണ്ടും തത്ത, ലവ് ബേർഡ്സാണോ തത്തയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ ഇതിൻ്റെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഈ തത്തേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ പറന്നു പോയതാണ്. ഭയങ്കര കുരുത്തൊക്കെയാണ് കേട്ടോ. ഞാനൊന്ന് തൊട്ടേന് എന്നെ ചീത്ത വിളിക്കുകയാണ്. കളകളെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ കിടന്ന്. കൊണ്ടില്ലേ, ഞാൻ തൊട്ടേനാണ് ആ കിടന്ന് കൂട് ഞാൻ കുത്തി പൊളിക്കണത്. പിന്നെ വേണ്ടി ഇതാണെങ്കിൽ കോക്കർ കാണിക്കുന്നു. വീണ്ടും മൈനയുടെ അണക്കുള്ള തത്ത. വയലറ്റ് മാസ്ക് എന്നാണ് അതിൻ്റെ പേര്. ചിലതിൻ്റെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. മിക്കവാറും ഉള്ളതിൻ്റെ പേരൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ കുരുവിയുടെ പൊരിക്കുന്നത്. ഇതിനെയൊക്കെ ഞാനിപ്പോഴാണ് കാണുന്നത്. ഉമ്മായി ഇപ്പോഴാണ് കാണുന്നത്. ഇതിൻ്റെ മൈനയുടെ അണക്കിരിക്കുന്ന വീണ്ടും ഏതൊരു സാധനം. ഇത് നമ്മുടെ ഡയമണ്ട് ഡോ. എന്തൊക്കെ പേരാണല്ലേ. എല്ലാം ഒരേ വർഗ്ഗത്തിൽപ്പെടുന്ന. വീണ്ടും ഒരു സായിബാബുള്ളൊരു ചെറുക്കൻ. ഒരനക്കവും ഇല്ലെന്നേ. പിന്നെ വീണ്ടും ഇഗ്വാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും ഞാൻ പോവും. പിന്നെ കോഴിയെ കണ്ടപ്പോഴാണോ വീണ്ടും പിന്നെ തമ്പുരാനെ. കോഴിയെ കണ്ടപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുവരെ ഉമ്മ സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. കോഴിയെ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് നിന്നു. വന്നിട്ട് അവരോട് ചോദിക്കണേ 2 കോഴിയെ കൊടുക്കുമെന്ന്. എന്തോ വേണം ഞാൻ. അവർ കൂട്ടി കാണാൻ വെച്ചേക്കുന്ന കോഴിയെ കൊടുക്കുമെന്നു. കരടിക്കുട്ടിനെ പിടിച്ച് കോഴിയിട്ടാൽ എങ്ങനെ കോഴിക്കുട്ടി ഇരിക്കുക എങ്ങനെ ഇരിക്കും നോക്കിയേ. അതുപോലെ ഇരിക്കണം. തല പോലും കാണാൻ വയ്യ പാവങ്ങളുടെ. പുള്ളിക്കോഴി, കരിങ്കോഴി, കടക്കോഴി എല്ലാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുഖം കണ്ടപ്പോഴേക്ക് ചിരി വന്നു. പിന്നെ അതേ പൂവൻകോഴി മുട്ടയിട്ട് വെച്ചേക്കണം. ഇവിടെ വന്ന് ഇങ്ങനത്തുള്ള പല അതിശയങ്ങളും കാണാം കേട്ടോ. പിന്നെ തൊപ്പിയിട്ട കോഴി ഉണ്ടായിരുന്നു. ഇത് ഏതൊരു കോഴി. വീണ്ടും മൈനടക്കുള്ള കോഴി, തത്ത. പിന്നെ അതിൻ്റെ തൊരപ്പനെ പിടിച്ചിട്ടേക്കുന്ന എക്സ്പോയിൽ എന്തൊരു ചെയ്യാൻ. ഹരിശ്രീ അശോകനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ അതിൻ്റെ മുയലുണ്ടായിരുന്നു കേട്ടോ. ഈ 2 കളറിലെ മുയൽ എനിക്കും ഉണ്ടായിരുന്നു. എൻ്റെ കാലോട്ടിഞ്ഞപ്പോൾ ഉമ്മ എടുത്ത് കൊടുത്തു ആർക്കോ. വീണ്ടും മുയൽ. ഇത് ഏത് ജീവിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചെന്നപ്പോൾ തൊട്ട് അവിടെ ഉറക്കമാണ്. ഞാൻ കുത്തി എണീപ്പിച്ചിട്ട് പോലും അത് എണീക്കുന്നില്ല. പിന്നെ ഷുഗർ ഗ്ലൈഡർ, അവർ ഉറക്കമായിരുന്നു. ഈ പ്രാവ് ഇങ്ങനെ ഉള്ളയാണോ അതോ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചേക്കണെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെന്നപ്പോൾ തൊട്ട് കുടു എന്ന് പറഞ്ഞ ഡാൻസാണ് കേട്ടോ. തുള്ളിച്ചാടണം. ആഹാ കുഞ്ഞിപ്പുഴു. തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു. പിന്നെ വീണ്ടും വെള്ളപ്രാവ്. വെള്ളരിപ്രാവിനെ കാണാൻ എന്ത് ഭംഗിയാണ്. നല്ല തൊപ്പിയുള്ള പ്രാവിനെ എനിക്ക് ഇഷ്ടമാണ്. ഇത് തത്തയാണോ അതോ അല്ലാത്ത പ്രാവ് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഒരെണ്ണം കൂടി തല്ലി പൊളിക്കണം. പിന്നെ വീണ്ടും കൂടെ ഇല്ലാത്തൊരു കോഴി. ഇതിനെ എനിക്ക് കണ്ടതിൽ വെച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഡൂഡിലാർട്ട് വരച്ചു വെച്ചേക്കണ പോലെ ഇരിക്കണം അതിന്. പക്ഷേ കാണുന്ന കണക്ക് ശാന്തനൊന്നുമല്ല. കൊത്ത് കിട്ടും വേണ്ട. പിന്നെ ഇതേൻ്റെ പഞ്ച പറഞ്ഞ വേണ്ട. പിന്നെ ഇതിനെ കണ്ടപ്പം എനിക്ക് ഫിറോസിക്കാണ് കേട്ടോ ഓർമ്മ വന്നത്. ഭയങ്കര വലിയ സൈസുള്ള കോഴി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വരുവാണെങ്കിൽ ഫിറോസിക്ക് ഇതിന് വാങ്ങിക്കണം കേട്ടോ. പിന്നെ വീണ്ടും കുറേ കോഴികൾ. ഇത് നമ്മുടെ നാടൻ കോഴി തന്നെ. ഇത് എന്താണ്, പഞ്ചവർണ്ണ തത്തയാണോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഇതുമ്മച്ചി എന്നെ വിളിച്ചുകൊണ്ട് പോകണതാണ്. കാരണം ഞാൻ പാമ്പിനെ തൊടാൻ പോയി. ഇവിടെ നമ്മളെ പാമ്പിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ചുമ്മാ എടുത്ത് തൊടാന്നേ. പക്ഷേ ഈ ഉമ്മ സമ്മതിച്ചില്ല. വേണ്ട പെണ്ണേ എന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ട് പോയി. എൻ്റെ ആഗ്രഹമായിരുന്നു ഇതിനൊക്കെ തൊടണമെന്ന്. എവിടെ നിന്ന് അത് സാധിച്ചില്ല. പിന്നെ ഇഗ്വാന ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് ഞാനങ്ങ് സംതൃപ്തിപ്പെട്ടു. അതിനെ അവിടെ ഇരുന്ന് തോണ്ടി അവസാനം അവർ പറഞ്ഞു പോകൊച്ചേ മതി. പിന്നെ വീണ്ടും പ്രാവ്. ചേരുന്ന പ്രാവിനെ ചെന്ന് കുത്തിയിട്ട് എന്നെ കിട്ടി മതിയായി. നേണ്ട എവിടെ ചെന്നപ്പോഴത്തേക്ക് മുഖം തിരിച്ചു വെച്ചേക്കണം. അമ്മ പറഞ്ഞ വാ മതി പോവാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലാതെ ഇതിനൊന്നും ആസ്വദിക്കാനല്ല ഇതിനെ കൊണ്ടുവന്നു ഞാൻ. ഇതാണ്ട് കണ്ണുപോലും കാണാൻ വയ്യ ഇതിനൊന്നും. പിന്നെ വീണ്ടും ചന്ദനക്കുള്ളൊരു പ്രാവ്, അല്ലാത്ത പ്രാവ് വീണ്ടും വന്നിട്ടോ. കുടുങ്ങുമായിരുന്നു പറഞ്ഞു. ഇതിൻ്റെ ഇതെനിക്ക് കൊത്ത് കിട്ടിയിട്ടോ. അതുകൊണ്ട് തന്നെ കാണിച്ചത്. പിന്നെ വിടർന്നിരിക്കണോ. പിന്നെ അമ്മച്ചെന്ന് കാണിക്കണമല്ലോ. ഉമ്മ അവിടെ പറയണത് പോവാം മതി വാ പോവാം. വീണ്ടും പിന്നെ അതാണ്ട് 360 ഡിഗ്രി എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് കയറി. കണ്ടതിൽ വെച്ച് എൻ്റെ പൊന്നു മക്കളെ സൂപ്പറായിരുന്നു. ഇതെന്തായാലും ശരിക്കും വന്നൊന്ന് കാണുക. 100 രൂപയല്ലേ ഉള്ളൂ. ഒരു നഷ്ടമില്ല കേട്ടോ. ഈ ഒരു സാധനം ഒരു അരമണിക്കൂറോളം ഉണ്ട്. കയറി കഴിഞ്ഞാൽ നമ്മൾ ആ സമയം പോകണേ അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ കടലിൻ്റെ അടിയിലേക്ക് നമ്മൾ ഇതിനോടൊപ്പം യാത്ര ചെയ്യാണ്.
നല്ല രസമാണ് കേട്ടോ. നല്ലൊരു ദൃശ്യവിസ്മയമാണ്. ഒരു 3D സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവമുണ്ട്. എൻ്റെ ഉമ്മ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് തന്നെയാണ് ഞാൻ വലിച്ചുകൊണ്ട് വന്നത്. ഇതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് കരുതിയിട്ട്. ഇന്നും അടുക്കള കിടന്നാൽ മതിയാന്നേ, വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ. ശരിക്കും പറഞ്ഞാൽ വണ്ടി എടുത്തപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഉമ്മയുമായിട്ട് കറങ്ങാൻ പോകണമെന്ന്. പക്ഷേ എൻ്റെ ഉമ്മ വണ്ടിക്കകത്ത് വരത്തില്ല, കറങ്ങാൻ മാത്രം വരത്തില്ല. ബാക്കി ഉമ്മയുടെ വിചാരം വണ്ടിയുള്ളത് ചന്തയിൽ പോകാനും മീൻ വാങ്ങിക്കാനും റേഷൻ കടയിൽ പോകാനും അല്ലാതെ മരണത്തിന് പോകാനും അവിടെ പോകാനും ഇവിടെ പോകാനും എന്നൊക്കെയാണ്. കറങ്ങാൻ മാത്രം എൻ്റെ ഉമ്മ വണ്ടിക്കകത്ത് വരത്തില്ല, വിളിച്ചാലും വരത്തില്ല. എവിടെയെങ്കിലും ഒന്ന് പോകുന്ന ചോദിച്ചാൽ വരത്തില്ല. കണ്ടില്ലേ, ആസ്വദിക്കുന്ന കണ്ടില്ലേ. ആദ്യമായിട്ടാണ് കേട്ടോ അനങ്ങാതെ നിന്ന് ആസ്വദിക്കുന്നത്. പോകണമെന്ന് പോലും ഇവിടെ കയറിയിട്ട് ഉമ്മ എന്നോട് പറഞ്ഞില്ല. ആസ്വദിക്കട്ടെ എന്നേ വല്ലപ്പോഴേക്കല്ലേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലും കാണത്തില്ലേ ഇതേപോലത്തെ ഒരു അമ്മ അല്ലെങ്കിൽ ഉമ്മ? അപ്പോൾ അവരെയൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നേ, വലിച്ചെടുത്തോണ്ട് അങ്ങ് പോകണം, വരില്ല എന്നൊക്കെ പറയും. കൊണ്ടുപോയിട്ട് അവിടെ അങ്ങ് ഇട്ടേക്കണം. കണ്ടിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയണം. അങ്ങനെ തന്നെ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിക്കുക എന്ത് രസമാണ്. അപ്പോൾ നിങ്ങളും പോയി ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഓണം വരെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹോളിഡേയ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെന്നത് ഉച്ചയ്ക്കാണ്, എങ്കിലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. വൈകിട്ടൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഈ ഒരു എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ വെച്ചിട്ടാണ് കേട്ടോ അവർ കയറ്റുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് കാണിക്കാൻ വരുന്ന രീതിയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ ഒരു ദൃശ്യവിസ്മയം നടക്കുമ്പം സൂപ്പറാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാർ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ വേണ്ടി കാണിക്കുക. നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ പോയി കാണാറുണ്ട്, പക്ഷെ അവരിങ്ങനെയൊന്നും കാണാറില്ലല്ലോ. എല്ലാവരും ഉദ്ദേശമല്ല, നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ഉദ്ദേശമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളതുപോലെയൊക്കെ അവരെ കൊണ്ട് ഒന്ന് സന്തോഷിപ്പിക്കുന്നേ. എന്തൊക്കെ സന്തോഷിപ്പിച്ചാലും ഇറങ്ങുമ്പോൾ പറയും വെറുതെ കാശ് കളഞ്ഞെന്ന്. അതൊന്നും മൈൻഡ് ആക്കണ്ട, ഇതൊക്കെ ഒന്ന് കാണട്ടെ. അപ്പോൾ ഇതൊക്കെ ഉമ്മാക്ക് ഇഷ്ടമായില്ലെന്നൊന്ന് കണ്ടാലോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടമ്മ? ഈ പുഞ്ചിരി മതിയെന്നേ, എന്തിനു വേണം? ഇത്രയും നല്ലൊരു പുഞ്ചിരി കിട്ടിയില്ലേ, അത് തന്നെ വലിയ കാര്യം. ഉമ്മക്ക് ഇഷ്ടമായെന്നാണ് കേട്ടോ ആ ഒരു പുഞ്ചിരിയുടെ അർത്ഥം. ഇല്ലെങ്കിൽ ഉമ്മയുടെ മുഖം അങ്ങനെയല്ല, ബിംഗ്ലസി ആയിരിക്കും, ഒരു ഭാവവും കാണാത്തൊരു മുഖഭാവമായിരിക്കും. പിന്നെ നേരത്തെ ചട്ടിയും കല്ലൊക്കെ കണ്ടാൽ പിന്നെ ഏതമ്മമാരാണ് കേട്ടോ നിൽക്കാത്തത്? അതെ, അവരാണെങ്കിൽ നിൽക്കും, അങ്ങനെയാണല്ലോ. നമുക്കല്ലാത്ത അല്ലറ ചില്ലറ തിന്നാനുള്ളത് അല്ലാതെ കയ്യിലിടുന്ന കാലിടുന്നതൊക്കെയാണ് നമ്മളുടെ ഇഷ്ടം. ഇവർക്കാണെങ്കിൽ ഭരണിയും സാധനങ്ങളൊക്കെ, അത് പിന്നെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല, അവിടെ വെച്ചു. പിന്നെ ബുക്കൊക്കെ വായിക്കുന്നവരാണെങ്കിൽ അവർക്ക് വന്ന് വാങ്ങിക്കാം, നല്ല ബുക്കൊക്കെ റേറ്റ് കുറവാണ്. പിന്നെ ഏതൊരു പെങ്കൊച്ചാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് കണ്ടുപോകുമല്ലോ. ഉമ്മ പറഞ്ഞു വേണ്ട, വീട്ടിൽ കിടക്കുന്നത് അവിടെ കിടക്കണം, അതുപോലും ഇടത്തില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത്? അതുകൊണ്ടൊന്നും വാങ്ങിച്ചില്ല. പിന്നെ വേണ്ട ഇതൊക്കെ കളിക്കണ സാധനങ്ങൾ, ഇതൊന്നും കളിക്കാൻ പോലും ഉമ്മ സമ്മതിച്ചില്ലെന്നേ. പോവാൻ കൊച്ചേ, വീട്ടിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം. പിന്നെ ബാഗ് ഉണ്ടായിരുന്നു, അല്ലാത്ത ഇതൊക്കെ 10 രൂപയുള്ളൂ കേട്ടോ. ഏതെടുത്താലും 10 രൂപയെന്നാണ് അവർ പറഞ്ഞത് വിത്ത്. അതൊക്കെ കൊണ്ടുപോയി കിളിപ്പിച്ച് അതെങ്കിലും വലിയ ഗുണം ഉണ്ടാവട്ടെ. പിന്നെ കുറേ ചെരുപ്പുകളുണ്ടായിരുന്നു, കൈത്തറിയുടെ കുറേ മുണ്ടും ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നിനും ക്വാളിറ്റി ഇല്ല കേട്ടോ, ഭയങ്കര ലോക്കൽ സാധനം പോലെ തോന്നി. അതിൻ്റെ കൂടെ റേറ്റും കൂടുതലായിരുന്നു ഇവിടെ. പിന്നെ പഴയകാല ഓർമ്മകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുട്ടായി എല്ലാം നിരത്തി വെച്ചേക്കണം, മനുഷ്യൻ്റെ വായിൽ വെള്ളം കയറ്റാൻ വേണ്ടിയിട്ട്. ഒന്നും വാങ്ങിച്ചു തന്നില്ല, എല്ലാത്തിനും ഭയങ്കര എക്സ്ട്രാ ഒരു പൈസ ചോദിക്കുന്നുണ്ടായിരുന്നു. അതത്തിരി കൂടുതലാണ് കേട്ടോ, അതിൽ നല്ലത് കടയിൽ നിന്ന് വാങ്ങിക്കണത്. അതുകൊണ്ടൊന്നും വാങ്ങിച്ചില്ല, അതൊക്കെ കണ്ട് സംതൃപ്തിയാണ്. പിന്നെ കുറേ ഹൽവാസ് ഉണ്ടായിരുന്നു കേട്ടോ, ഹൽവ, പല ടൈപ്പ് ഹൽവ. പിന്നെ പൊട്ടാണിക്കടല, നിങ്ങളെന്തര പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇവിടെ പൊട്ടാണിക്കടല എന്നാണ് കേട്ടോ പറയണത്. അല്ലാത്ത കുറേ ചവർപ്പുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഏതാണ്ട് ഈ വളയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ വാങ്ങിച്ചില്ല. ഇഷ്ടപ്പെട്ടാൽ നോക്കിക്കൂടാതൊന്നും ഇല്ലല്ലോ. പിന്നെ വാച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വാച്ച് റേറ്റിന് അഫോർഡബിൾ ആയിരുന്നു. പിന്നെ അതേണ്ടേ നമ്മുടെ കട്ടില് മെത്ത സാധനങ്ങൾ. പിന്നെ നമ്മുടെ ഫോൺ കവർ വിൽക്കാൻ വന്നിട്ട് രണ്ടുപേരും കൂടി PUBG കളിച്ച് തകർക്കുന്നു, എന്തിട്ട് വേണം. പിന്നെ ഊതും അത്രയൊക്കെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും നമുക്ക് പിടിക്കത്തില്ല, ഇതിൻ്റെ സ്മെല്ല്. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഓടി. പിന്നെ വേണ്ടേ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ വൈസിലേക്കാണ് വന്നത്. ഇവിടെ വന്ന് എൻ്റെ ഉമ്മ 3/4 മണിക്കൂർ ഇവിടെ നിന്ന് കേട്ടോ. ഞാൻ വിചാരിച്ചു ഓഹോ കടയോട് ഇന്ന് വാങ്ങിച്ചിട്ടേ വരുത്തോളെന്ന്. ചുമ്മാതാണ്, ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കാനാണ് ഉമ്മക്ക് 3/4 മണിക്കൂർ എടുക്കും. അവിടെ വന്നവർ എടുത്തത് എല്ലാം വലിച്ചെടുത്തോട്ട് എനിക്കത് വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നോക്കിക്കേ, ചിരിക്കുന്ന നോക്കിക്കേ, കള്ളത്തരമാണ് കേട്ടോ. ചുമ്മാതാണ്, വില പേശി അയാൾ അവസാനം വിലയ്ക്ക് കൊടുത്ത് അയാൾ കുഴഞ്ഞ് കൊണ്ടുപോകാൻ പറഞ്ഞങ്ങ്. വേണ്ട ഈ കാണുന്നതാണ് നമ്മൾ വാങ്ങിച്ചത്. 200 രൂപയാണ്, നഷ്ടമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ കുറച്ച് മോതിരമൊക്കെ കണ്ടു. ഡ്രസ്സൊക്കെ ഒട്ടും കൊള്ളില്ല കേട്ടോ, ചുമ്മാതാണ്, വെറും കൂറ. പിന്നെ അതിൻ്റെ പേരെടുത്ത കീച്ചൻ ഉണ്ടായിരുന്നു, കാന്താരിയോ പിന്നെ സാമ്പ്രാണി ചട്ടിയോ, ചാമ്പ്രാണി ചട്ടി അത് തന്നെ.
പിന്നെ ഓട്ടോറിക്ഷ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഓർമ്മ വന്നത് എനിക്കും ഉണ്ടായിരുന്നു പണ്ടൊരു ഓട്ടോറിക്ഷ. പിന്നെ പാനിപ്പൂരി, ഭേൽപൂരി, മസാലപ്പൂരി എല്ലാ പൊരികളും ഉണ്ടായിരുന്നു. പിന്നെ എന്തരാണ് മറ്റേ ഇതൊരു സംഭവം എന്തൊരു ഉള്ളവർക്കാണെങ്കിൽ കിട്ടും. എൻ്റെ ഉമ്മയെ കൊണ്ട് എറിയണമെന്നുണ്ടായിരുന്നു, പിന്നെ ഉമ്മ കയറിയില്ല. പിന്നെ എല്ലാം കണ്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.